നമസ്കാരം പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിക്കൊണ്ട് മിൽമയുടെ അണ്ടറിൽ കുറച്ച് ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ടെറിട്ടറി സെയിൽസ് ഇൻചാർജ്, ഏരിയ സെയിൽസ് മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 2,50,000 രൂപ മുതൽ 8,40,000 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ജോലികളാണ്. ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേരളത്തിലെ മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണിത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലായിട്ട് വരുന്ന മിൽമയിൽ ഏകദേശം 5ഓളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏരിയ സെയിൽസ് മാനേജർ 1 വേക്കൻസിയും ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് 4 വേക്കൻസികളുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് കേരളത്തിലെ 4ഓളം വ്യത്യസ്ത ജില്ലകളിലായിട്ടാണ് ജോലി അവസരമുള്ളത്. കാസർഗോഡ് 1 വേക്കൻസി, കണ്ണൂർ 1 വേക്കൻസി, ഇടുക്കി 1 വേക്കൻസി, കൊല്ലം 1 വേക്കൻസി എന്നിങ്ങനെയാണ് 4ഓളം ജോബ് വേക്കൻസികൾ. ഈ ഒരു ജോലിക്ക് പറയുന്ന സാലറി ഏരിയ സെയിൽസ് മാനേജർക്ക് 7.5 ലക്ഷം മുതൽ 8.4 ലക്ഷം രൂപ വരെയാണ് സാലറി പറയുന്നത്. അതുപോലെ തന്നെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജിന് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് സാലറി ആയിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടെറിട്ടറി സെയിൽസ് ഇൻചാർജിന് 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏരിയ സെയിൽസ് മാനേജർക്ക് 45 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ SC, ST, OBC, PWD വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഏജ് ഇളവ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടെറിട്ടറി സെയിൽസ് ഇൻചാർജിന് പറയുന്ന ക്വാളിഫിക്കേഷൻ MBA ബിരുദധാരി ആയിരിക്കണം എന്നതാണ് പ്രധാനമായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ 2 വർഷം മിനിമം സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും നല്ലതുപോലെ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. ഏരിയ സെയിൽസ് മാനേജർക്ക് പറയുന്ന ക്വാളിഫിക്കേഷനും MBA ഉണ്ടായിരിക്കണം എന്നതാണ് പ്രധാനമായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടായിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഈ ഒരു ജോലിയിലേക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 2024 മെയ് 31 മുമ്പായിക്കൊണ്ട് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cmd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള വീഡിയോസ് ദിവസവും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.